നമസ്കാരം. എല്ലാവർക്കും പി കെ ലേണിംഗ്സിൻ്റെ PYQ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മെൻ്റൽ എബിലിറ്റി സെഷനിലെ PYQs ആണ് നോക്കാൻ പോകുന്നത്. 2020 PSC ഓൺലൈനിലും ഓഫ്ലൈനിലും ആയിട്ട് ചോദിച്ച മെൻ്റൽ എബിലിറ്റിയുടെ ഭാഗത്ത് വരുന്ന സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2020 PSC 60 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്ത് മെൻ്റൽ എബിലിറ്റിയുടെ ഭാഗത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 2020 60 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതിൽ 11 എണ്ണം സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓൺലൈനിലും ഓഫ്ലൈനിലും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണമാണ് ഈ 60 എന്ന് പറയുന്നത്. അതിൽ 11 എണ്ണം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അത് 1 by 1 ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ഈ സെഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊരു ധാരണ കിട്ടാനും അതനുസരിച്ച് നിങ്ങളുടെ പഠിത്തം ക്രമീകരിക്കാനും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോയാലോ. ആദ്യത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് ലെറ്റേഴ്സ് ഓഫ് ദ ഫോളോയിങ് സീരീസ്. BEH വളരെ ഒരു ആൽഫബറ്റിക്കൽ സീരീസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. വളരെ എളുപ്പമുള്ളൊരു ആൽഫബറ്റിക് സീരീസ് ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം അല്ലേ, ABCD അറിയാവുന്നതാണ്. സോ നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു ഫോർമാറ്റ് എങ്ങനെയെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. B ചോദിച്ചിട്ടുണ്ട്, B കഴിഞ്ഞ് E ആണ്, E കഴിഞ്ഞ് H ആണ്. ഓക്കെ, നമ്മൾക്ക് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് ഒരു ഓൺലൈൻ എക്സാമിന് ചോദിച്ചതാണ്. റെഫ്രിജറേഷൻ മെക്കാനിക് എന്ന് പറയുന്ന തസ്തികയിലേക്ക് PSC ചോദിച്ചാണ്. 14/2020 ആണ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. നോക്കൂ, BEH അല്ലേ. അപ്പോൾ B എന്ന് പറയുന്നത് രണ്ടാമത്തെ ആൽഫബറ്റ് ആണല്ലോ. B കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് E ആണ്, E കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് H ആണ് അല്ലേ. അപ്പോൾ B കഴിഞ്ഞ് എത്രാമത്തെ ആൽഫബറ്റ് ആണ് E? BCDE. ബിയുടെ കൂടെ 3 കൂട്ടുമ്പോഴാണ് നമ്മൾ ഇയിലേക്ക് എത്തുന്നത്. ഇനി ഇയുടെ കൂടെ കൂട്ടി നോക്കൂ, EFGH. ഈയുടെ കൂടെയും 3 കൂട്ടുമ്പോഴാണ് നമ്മൾ എച്ചിലേക്ക് എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് എങ്ങനെ കണ്ടുപിടിക്കാം? എച്ചിൻ്റെ കൂടെ 3 കൂട്ടുക അല്ലേ. IJK. K എന്ന് പറയുന്നതാണ് എച്ചിൻ്റെ കൂടെ നമ്മൾ 3 കൂട്ടുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ K ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ C ആണല്ലേ. ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. സീരീസുകൾ, പല സീരീസുകൾ ചോദിക്കാറുണ്ട്. ആൽഫബറ്റിക് സീരീസ് ചോദിക്കും, നമ്പർ സീരീസ് ചോദിക്കും. ആ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ള ഒന്ന് മനസ്സിലാക്കുന്നതിലാണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇരിക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 5, 14, 27, 44 എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? ഇത് 18/2020 ക്വസ്റ്റ്യൻ പേപ്പർ പോലീസ് കോൺസ്റ്റബിളിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ഒരു നമ്പർ സീരീസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5, 14 ആ സീരീസ് ഞാൻ എഴുതുവാണ്. 27, 44 ഇങ്ങനെ പോവുകയാണല്ലേ സീരീസ്. അപ്പോൾ അടുത്ത നമ്പർ ഏതെന്നുള്ളതാണ്. അപ്പോൾ 5ഉം 14ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 9 ആണ്. നമ്മൾ അടുത്തടുത്ത ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം നോക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതാണ്. ഇനി നമുക്ക് ഈ സീരീസ് പോകുന്നത് ഒരു ചെറിയ ഒരു ഇൻക്രിമെൻറ്റിലാണ്. വലിയൊരു ഇൻക്രിമെൻറ്റിലാണെങ്കിൽ നമുക്ക് മനസ്സിലാവും പ്രോഡക്റ്റോ അല്ലെങ്കിൽ സ്ക്വയറോ ക്യൂബോ ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ചെറിയ ഒരു ഇൻക്രിമെൻറ്റിലാണ് ഈ സീരീസ് പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഡിഫറൻസ്, അതായത് ടേംസിൻ്റെ ഗ്യാപ്പ് നമുക്ക് നോക്കാം. പദങ്ങളുടെ വ്യത്യാസം, പദങ്ങളുടെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് എത്രയാണെന്ന് ആദ്യം നോക്കാം. 5, 14 വ്യത്യാസം 9 ആണ്. ഇനി 14ഉം 27ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് വരുന്നത്? 13 ആണ് അല്ലേ. 14ഉം 27ഉം തമ്മിൽ 13 ആണ്. ഇനി 27ഉം 44ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് നോക്കൂ. 27ഉം 44ഉം തമ്മിലുള്ള വ്യത്യാസം, 27ഉം 44ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 17 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 9ൻ്റെ കൂടെ 4 കൂട്ടിയതാണ് 13, 13ൻ്റെ കൂടെ 4 കൂട്ടിയതാണ് 17. അപ്പോൾ അടുത്ത് വരുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത്, ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് 17നോട് 4 കൂട്ടുന്ന സംഖ്യയായിരിക്കും. അതായത് 21 ഗ്യാപ്പ് വരേണ്ടത്. 21 ഗ്യാപ്പ് വരണമെങ്കിൽ 44നോട് 21 കൂട്ടുന്നതായിരിക്കും അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 65.
അപ്പോൾ 65 അടുത്ത നമ്പറായിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി ആണ്. നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ചെയ്തത് ജസ്റ്റ് ഗ്യാപ്പ് നോക്കി. ഗ്യാപ്പ് നോക്കിയപ്പോൾ ആദ്യത്തെ ഗ്യാപ്പ് നമുക്ക് 9 കിട്ടി, രണ്ടാമത്തത് 13, മൂന്നാമത്തത് 17. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഈ ഗ്യാപ്പുകൾ തമ്മിൽ ഒരു കൃത്യമായ ഒരു ഇടവേള ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ? 9നോട് 4 കൂട്ടുമ്പോൾ 13 കിട്ടും, 13നോട് 4 കൂട്ടുമ്പോൾ 17 കിട്ടും. അങ്ങനെയാണെങ്കിൽ അടുത്ത ഗ്യാപ്പ് ഡെഫിനിറ്റ് ആയിട്ടും 17നോട് 4 കൂട്ടുന്നതായിരിക്കും. 17നോട് 4 കൂട്ടുമ്പോൾ നമുക്ക് 21 എന്ന നമ്പർ കിട്ടും. അപ്പോൾ ആ 21 ആയിരിക്കും ഈ 44 എന്ന് പറയുന്ന സംഖ്യയും അടുത്ത് വരുന്ന സംഖ്യയും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ 44നോട് 21 കൂട്ടിയാൽ പോരെ? 44നോട് 21 കൂട്ടുമ്പോൾ 65 എന്ന് കിട്ടും അല്ലേ? 65. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാവോ? നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 15/2020 KS ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കൂ, ഇത് ആൽഫബറ്റ്സും നമ്പേഴ്സും കൂടെ ചേർന്നുള്ള സീരീസ് ആണ്. ആണല്ലോ, ആൽഫബറ്റ്സും നമ്പേഴ്സും കൂടെ ചേർന്നുള്ള സീരീസ് ആണ്. ആൽഫബറ്റ്സ് നോക്കുകയാണെങ്കിൽ AB, ഇവിടെ CD ആണല്ലോ, ഇവിടെ EF. അപ്പോൾ അടുത്ത ആൽഫബറ്റ് എന്തായിരിക്കും വരുന്നത്? G, പിന്നെ ഈ എൻഡിൽ H. ഒരു എൻഡിൽ G, മറ്റേ എൻഡിൽ H. ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കൂ, എല്ലാം ജിയും എച്ചുമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആൽഫബറ്റ്സ് വെച്ചിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നമ്പറിൻ്റെ പാർട്ട് നോക്കുക. ആദ്യത്തെ നമ്പർ 9, അടുത്തത് 49, അടുത്തത് 121. 9, 49, 121 ഈ സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? ഇവ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അഥവാ പൂർണ്ണവർഗ്ഗങ്ങളാണ്. ആണല്ലോ, 9 എന്ന് പറയുന്നത് 3ൻ്റെ സ്ക്വയറാണ്. ആണല്ലോ, 49 എന്ന് പറയുന്നത് 7ൻ്റെ സ്ക്വയറാണ്. 121 എന്ന് പറയുന്നത് 11ൻ്റെ സ്ക്വയറാണ്. അങ്ങനെയാണെങ്കിൽ 7, 3, 7, 11 ഈ സംഖ്യകൾ എങ്ങനെയാണ് വരുന്നത്? അതായത് ഈ 3 കഴിഞ്ഞ് കറക്റ്റ് 7 വന്നു, 7 കഴിഞ്ഞ് 11. നോക്കൂ, 3 കഴിഞ്ഞ് വരുന്ന, ഇപ്പോൾ ഇവ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് അല്ല അല്ലേ? എന്തോ ഒരു പ്രത്യേക പാറ്റേണിലാണ് നമ്പേഴ്സ് എടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ 3, 7, 11 എന്ന് പറയുന്ന നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് ആണ്. ആണല്ലോ, പക്ഷേ ഇവ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഓഡ് നമ്പേഴ്സ് ആണോ? അല്ല. 3 കഴിഞ്ഞിട്ട് വരുന്ന ഓഡ് നമ്പർ 5 ആണ്. ആ 5 ഇവിടെ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. അടുത്ത് 7 ആണ് എടുത്തിരിക്കുന്നത്. 7 കഴിഞ്ഞിട്ട് വരുന്ന ഓഡ് നമ്പർ 9 ആണ്. ആ 9 ഇവിടെ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. 11 ആണ് എടുത്തിരിക്കുന്നത്. 11 കഴിഞ്ഞിട്ട് വരുന്ന ഓഡ് നമ്പർ 13 ആണ്. അതിനെ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് 15ൻ്റെ സ്ക്വയർ എടുത്ത് നോക്കാം. ഓക്കെ, 15ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 225 ആണല്ലോ. അങ്ങനെയെങ്കിൽ നമ്മുടെ ആൻസർ വരേണ്ടത് G 225H എന്നാണ്. G 225H, ഓപ്ഷൻ D ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. ഓക്കെ, ഓപ്ഷൻ D ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് സ്ക്വയേഴ്സ് അറിയാം. നിങ്ങൾ 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ പഠിച്ചു വെക്കണം. 1 മുതൽ 20 വരെയുള്ള നമ്പറുകളുടെ സ്ക്വയർ നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ്സും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് നിങ്ങൾക്ക് പരീക്ഷാ ഹോളിൽ വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പോൾ നമുക്ക് നമ്പർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അല്ലെങ്കിൽ തന്നെ 9, 49, 121 എന്നൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന സ്ക്വയേഴ്സ് ആണല്ലോ. അപ്പോൾ നമുക്കറിയാം 3ൻ്റെ സ്ക്വയർ, 7ൻ്റെ സ്ക്വയർ, 11ൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് 3, 7, 11. അപ്പോൾ ഇത് എന്തോ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കേണ്ടത് ഇത് ഓഡ് നമ്പേഴ്സിൻ്റെ പാറ്റേൺ ആണോ? അങ്ങനെയാണെങ്കിൽ 3 കഴിഞ്ഞ് അടുത്ത് 5 വരണമായിരുന്നു, 5 വന്നില്ല. അങ്ങനെ 7 കഴിഞ്ഞ് 9 എടുത്തിട്ടില്ല, 11 എടുത്തു. അങ്ങനെയാണെങ്കിൽ 11 കഴിഞ്ഞ് 13 എടുക്കാതെ 15 എടുത്താൽ നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ 15ൻ്റെ സ്ക്വയർ 225, അത് ഓപ്ഷനിലുണ്ട്. അപ്പോൾ വേറെ ഒന്നും ഇപ്പം നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ അറിയാം, വേറെ ഒന്നും ആ ഒരു പാറ്റേണുമായിട്ട് മാച്ച് ആവത്തില്ല. അപ്പോൾ നമുക്ക് കൃത്യമായി ആൻസറിലേക്ക് എത്താൻ കഴിയും. G 225H ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് ടേം ഇൻ ദ ഫോളോയിങ്? DCXW FEVU HGTS. അടുത്ത ടേം എന്താണെന്നാണ്. ഇതൊരു ആൽഫബറ്റിക്കൽ സീരീസ് ആണ്. 29/2020 ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യമാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം D അല്ലേ, D കഴിഞ്ഞിട്ട് ഇവിടെ F ആണ് വന്നിരിക്കുന്നത്. D മുതൽ F വരെയുള്ള ഗ്യാപ്പ് നോക്കിയാൽ E കഴിഞ്ഞ് F, അതായത് D+2 ആണ് F. ഓക്കെ, അത് കഴിഞ്ഞിട്ട് F കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് H ആണ്.
F+2 ചെയ്ത് നോക്കിയേ, GH. അപ്പോൾ ആദ്യത്തെ ആൽഫബറ്റ്സ് +2 ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടേമിൻ്റെയും ആദ്യത്തെ ആൽഫബറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എത്രയായിരിക്കും വരുന്നത്? F+2 H കിട്ടും. H+2 ആണ് ചെയ്യേണ്ടത് അല്ലേ? IJ. അപ്പോൾ J ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഓക്കെ, ഇതാ നമുക്ക് ഓപ്ഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ലിബറൽ ആയിട്ടാണ്. ഓക്കെ, ഓപ്ഷന് ഭയങ്കര ലിബറൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. പക്ഷേ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് J കൊണ്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഇതും കൂടെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കുക C ആണ് അല്ലേ? C കഴിഞ്ഞ് E ആണ്. CDE, അതായത് 2 ആൽഫബറ്റ് +2 ചെയ്യുന്നതാണ്. C+2 ആണ് E എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ E+2 ചെയ്ത് നോക്കിക്കേ, FG, G കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ G+2 ചെയ്യണം. G+2 ചെയ്യുമ്പോൾ HI. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടേം I ആണ്. അപ്പോൾ ആദ്യത്തേത് J ആണ്, രണ്ടാമത്തേത് I ആണ്. ഇനി മൂന്നാമത്തെ ടേം നോക്കൂ, X ആണ്. ഇവിടെ Xൽ നിന്ന് Vയിലോട്ട് വന്നു. അപ്പോൾ Xൽ നിന്ന് കുറഞ്ഞാണ് വന്നതെന്ന് മനസ്സിലായി. അപ്പോൾ Xൽ നിന്ന് Vയിലോട്ട് വരണമെങ്കിൽ എങ്ങനെയായിരിക്കും അത് പോയിട്ടുണ്ടാവുക? Xൽ നിന്ന് എത്ര കുറച്ചാലാണ് നമുക്ക് Vയിലോട്ട് എത്താൻ പറ്റുന്നതെന്ന് നോക്കുക. X മൈനസ് അടുത്ത ഏതാ വരുന്നത്? WV അല്ലേ? X മൈനസ് WV. X-2 ചെയ്യുമ്പോഴാണ് V വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ V-2 ചെയ്തോ നോക്കൂ. V-2 ചെയ്യുമ്പോൾ UT വരും അല്ലേ? UT വരും. T ആണ് നമുക്ക് അടുത്തത് വന്നിരിക്കുന്നത്. V-2 ചെയ്യുമ്പോൾ T വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് വരേണ്ടത് T-2 ആണ്. T-2 ആണ്. T-2 ചെയ്യുമ്പോൾ നമുക്ക് R വരും. ഓക്കെ, ഇനി ലാസ്റ്റ് ടേം ആണ്. ലാസ്റ്റ് ടേം ഇവിടെ W ആണ്. W ഇവിടെ വന്നിരിക്കുന്നത് U ആണ് അല്ലേ? അപ്പോൾ Wവിൽ നിന്ന് എത്ര കുറയ്ക്കുമ്പോഴാണ് U കിട്ടുന്നത്? W-2 ചെയ്യുമ്പോഴാണ് U. VU അല്ലേ? ബാക്കിലോട്ടാണ് പോകുന്നത്. VU. അങ്ങനെയാണെങ്കിൽ നോക്കൂ, അടുത്ത് U-2 ചെയ്ത് നോക്കൂ. U-2 ചെയ്യുമ്പോൾ നമുക്ക് T കിട്ടും അല്ലേ? U-2 ചെയ്യുമ്പോൾ നമുക്ക് ST അല്ലേ? STU എന്നല്ലേ പോകുന്നത്. അപ്പോൾ U-2 ചെയ്യുമ്പോൾ നമുക്ക് S കിട്ടും. ബാക്കിലോട്ടാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? S-2 ചെയ്യുക. S-2 ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിലോട്ട് കുറയ്ക്കുമ്പോൾ RQ അല്ലേ? ബാക്കിലോട്ട് പോകുമ്പോൾ RQ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പാറ്റേൺ കിട്ടും. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ ആൽഫബറ്റ്സ് ഇവിടെ DF ആവാൻ എത്ര കൂട്ടണം അല്ലെങ്കിൽ എത്ര കുറയ്ക്കണം? FH ആവാൻ എത്ര കൂട്ടണം എത്ര കുറയ്ക്കണം? H അടുത്ത ടേം ആവാൻ അപ്പോൾ നമ്മൾ അതേ നമ്പർ തന്നെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ മതി. ആ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലായി ആദ്യത്തെ 2 ടേംസും +2 ആണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ? ഇനി അടുത്ത 2 ടേംസ് ഈ രണ്ടാമത് കിടക്കുന്ന 2 ടേംസും -2 ആണ് ചെയ്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എളുപ്പമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആദ്യത്തെ ഒറ്റ ഇത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ ഒന്നിൽ കൂടുതൽ എണ്ണം ഇപ്പോൾ JIR വെച്ചിട്ടുള്ള 2ഓ 3ഓ ഓപ്ഷൻ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് ലാസ്റ്റ് വരെ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് വരെ കണ്ടുപിടിക്കുന്നത്. JIRQ എന്ന് വരും. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഫൈൻഡ് ഔട്ട് ദ റോങ് ടേം ഇൻ ദ സീരീസ്. അപ്പോൾ ഇതും 29/2020 ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ അല്ലേ? നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യനിൽ നിന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഔട്ട് ദ റോങ് ടേം ഇൻ ദ സീരീസ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സീരീസ് നമുക്ക് കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ തോന്നും. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സീരീസ് ചേരുന്നതാണ്. 3 സീരീസ് ചേരുന്നതാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 3 സീരീസ്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സീരീസ് എന്ന് പറഞ്ഞാൽ 2, 2ൻ്റെ ഇരട്ടി 4, 4ൻ്റെ ഇരട്ടി ഇവിടെ വരണം. ഓക്കെ, രണ്ടാമത്തെ സീരീസ് എന്ന് പറഞ്ഞാൽ 3, 3ൻ്റെ ഇരട്ടിയായിട്ടുള്ള 6 ഇവിടെ വന്നു. 6ൻ്റെ ഇരട്ടി 12. മൂന്നാമത്തെ സീരീസ് 4, 4ൻ്റെ ഇരട്ടി 8, 8ൻ്റെ ഇരട്ടി 16. ഓക്കെ, ഞാൻ സീരീസ് എഴുതാം. ഫസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് 2, 2ൻ്റെ ഇരട്ടിയായ 4, 4ൻ്റെ ഇരട്ടിയായ 8. സെക്കൻഡ് സീരീസ് എന്ന് പറയുന്നത് 3, 3ൻ്റെ ഇരട്ടിയായ 6, 6ൻ്റെ ഇരട്ടിയായ 12. തേർഡ് സീരീസ് എന്ന് പറയുന്നത്
4, 4ൻ്റെ ഇരട്ടിയായ 8, 8ൻ്റെ ഇരട്ടിയായ 16. ഇതിനെ ചേർത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതിനെ ചേർത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. 2, 3, 4, 4, 6, 8, 8, 12, 16 ആണല്ലോ. അപ്പോൾ ഇവിടെ വരേണ്ട ടേം എന്ന് പറയുന്നത് 8 ആയിരുന്നു. മനസ്സിലായോ? ഈ 9 എന്ന് പറയുന്ന ടേമിൻ്റെ അവിടെ വരേണ്ടത് 8 ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ റോങ് ടേം എന്ന് പറയുന്നത് 9 ആണ്. 9 അല്ല, 9ൻ്റെ സ്ഥാനത്ത് വരേണ്ടത് 8 ആണ്. ക്ലിയർ ആയോ? ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ സീരീസ് എന്ന് പറയുന്നത് 3 സീരീസുകൾ ചേരുന്നതാണ്. ഈ സീരീസ് കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നും. 3 സീരീസുകൾ ചേരുന്നതാണ് ഈ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ രണ്ടാമത്തെ സീരീസും മൂന്നാമത്തെ സീരീസും കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നാമത്തെ സീരീസിൽ ഒരു മിസ്റ്റേക്ക് വന്നു. 2, 2ൻ്റെ ഇരട്ടിയായിട്ടുള്ള 4, 4ൻ്റെ ഇരട്ടിയായിട്ട് ഇവിടെ വരേണ്ടിയിരുന്നത് 8 ആണ്. പക്ഷെ വന്നിരിക്കുന്നത് ആരാണ്? 9 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 9 ആണ് നമ്മുടെ റോങ് ടേം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇത് കുറച്ച് പാടാണ്. നമ്മൾ ഈ ചില സീരീസുകൾ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ സീരീസിൻ്റെ കോമ്പിനേഷൻ വരും. അപ്പോൾ അങ്ങനെയുള്ള സീരീസുകൾ നമ്മൾ ആദ്യം ഡിഫറൻസ് ഒക്കെ നോക്കും. എന്ത് പാറ്റേൺ ആണ്? യൂഷ്വലി ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഡിഫറൻസ് നോക്കുന്നതാണ്. അങ്ങനെ നോക്കി വരുമ്പോൾ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നതാണ് ഈ സീരീസ് എന്ന് പറയുന്നത്. സീരീസൊക്കെ നമുക്ക് എക്സാമിന് എപ്പോഴും എളുപ്പമുള്ള സീരീസ് കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻസ്റ്റൻറ്റിൽ കിട്ടുന്നത് നിങ്ങൾ ചെയ്യണം. കുറച്ച് ടൈം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് വിട്ടിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് സമയം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എക്സാം ഹാളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള സീരീസൊക്കെ തന്ന് നിങ്ങളുടെ ടൈം ഒരുപാട് ഇതാക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത് കെയർഫുൾ ആയിട്ട് വേണം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 35/2020 സ്റ്റെനോഗ്രാഫറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. 4, 7, 13, 25 -97 ഇത് എന്ന ശ്രേണിയിൽ വിട്ടുപോയ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗ്യാപ്പ് നോക്കണം. 4, 7, 13, 25 -97 4ഉം 7ഉം തമ്മിലുള്ള ഗ്യാപ്പ് നോക്കുക. എത്രയാണ്? 3. ഇനി 7ഉം 13ഉം തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 6 ആണ്. 13ഉം 25ഉം തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ഇത്രയും ഡേറ്റ നമുക്ക് കിട്ടി. ഇനി അങ്ങോട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, കാര്യം ഇനി സംഖ്യ തന്നിട്ടില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡേറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഗ്യാപ്പ് പോകുന്നത് ഒരു പ്രത്യേക പാറ്റേൺ ഫോളോ ചെയ്താണ്. 3ൻ്റെ ഇരട്ടിയാണ് 6, 6ൻ്റെ ഇരട്ടിയാണ് 12. അങ്ങനെയാണെങ്കിൽ അടുത്ത് ഇവിടുത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 12ൻ്റെ ഇരട്ടിയായ 24 ആയിരിക്കും. ആണല്ലോ. അപ്പോൾ 3ൻ്റെ ഇരട്ടിയാണ് 6, 6ൻ്റെ ഇരട്ടി 12, 12ൻ്റെ ഇരട്ടി 24 ആയിരിക്കും നമ്മുടെ അടുത്ത ഗ്യാപ്പ് എന്ന് പറയുന്നത്. അത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ 25ഉം 24ഉം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടേണ്ട നമ്പർ 49 ആണ്. അപ്പോൾ 49 നമ്മൾ അവിടെ കൊണ്ട് വെച്ചു ഗ്യാപ്പിൽ. അതായത് നമ്മുടെ ഈ ഫില്ല് ചെയ്യേണ്ട ഭാഗത്ത് 49 വെച്ചു. ഇനി നോക്കൂ, 49ഉം 97ഉം തമ്മിലുള്ള ഗ്യാപ്പ് നമ്മൾ ഉദ്ദേശിച്ച പാറ്റേൺ ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് 48, അതായത് ഈ 24ൻ്റെ ഇരട്ടി ആവണം, 48 ആവണം. അപ്പോൾ അത് ആണോ എന്നും കൂടി നിങ്ങൾ വെരിഫൈ ചെയ്യണം. 97 - 49 ചെയ്ത് നോക്കൂ. 17 -ൽ നിന്ന് 9 പോകുമ്പോൾ 8, 4 -ൽ നിന്ന് 4 പോകുമ്പോൾ 4, 8 -ൽ നിന്ന് 4 പോകുമ്പോൾ 4, 48 കിട്ടുന്നുണ്ട്. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. നമ്മൾ ആ സീരീസ് നോക്കി നമ്മൾ ഗ്യാപ്പ് നോക്കുകയാണ്. ഇവിടെ 3 ആണ്, ഇവിടെ 6 ആണ്, ഇവിടുത്തെ ഗ്യാപ്പ് 12 ആണ്, ഇവിടുത്തെ ഗ്യാപ്പ് 24 ആണ്. 24 ആണ് വരേണ്ടത്. അതായത് നമ്മളിവിടെ നോക്കിയപ്പോൾ ഗ്യാപ്പ് ഡബിൾ ആയിട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഗ്യാപ്പ് 12ൻ്റെ ഇരട്ടിയായ 24 വരണം. ആണല്ലോ. അപ്പോൾ 25നോട് 24 കൂട്ടുമ്പോൾ 49 ആണ് ഇവിടെ വരേണ്ട സംഖ്യ എന്നാണ് നമ്മുടെ ഒരു അസംഷൻ. നമുക്കിവിടെ ഈ കേസിൽ അസ്യൂം ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. നമ്മുടെ കയ്യിലുള്ള ഡേറ്റ വെച്ച് നമ്മൾ അസ്യൂം ചെയ്തതാണ് അടുത്ത ഗ്യാപ്പ് ഡബിളായി പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഗ്യാപ്പ് 24 വരണം. 24 ഗ്യാപ്പ് വരണമെങ്കിൽ 25 + 24 ചെയ്യുമ്പോൾ ഇവിടെ വരേണ്ട നമ്പർ 49 ആണ്. ഇനി അത് ശരിയാണോ എന്ന് എങ്ങനെ വെരിഫൈ ചെയ്യാം? നമ്മളുടെ അസംഷൻ കറക്റ്റ് ആണെങ്കിൽ അടുത്ത ഗ്യാപ്പ് 24ൻ്റെ ഇരട്ടി 48 വരണം. അതായത് 97ഉം 49ഉം തമ്മിലുള്ള ഡിഫറൻസ് 48 ആണോ എന്ന് നോക്കുക. ആണ്. 97 - 49 48 ആണ്. സോ നമ്മുടെ ആൻസർ 49, ഓപ്ഷൻ ഡി. മനസ്സിലായോ? അപ്പോൾ നമുക്കൊരു സീരീസ് കിട്ടുമ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ നമ്മൾ അതിൻ്റെ ഗ്യാപ്പ് നോക്കുക. അപ്പോൾ അതൊരു പ്രത്യേക പാറ്റേൺ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ അവിടെ വെച്ച് തന്നെ നമുക്ക് ആൻസർ കിട്ടും. അല്ല നമ്മുടെ ടേംസ് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു ചേഞ്ച് ആണെങ്കിൽ അവിടെ ഒരു മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു സ്ക്വയറോ ഒരു ക്യൂബോ ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് നമുക്ക്
മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങൾ 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറും 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ക്യൂബും പഠിച്ചു വെക്കണം. അപ്പം നമുക്ക് അങ്ങനെയുള്ള നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് സ്ട്രൈക്ക് ചെയ്യും, ഇത് ഇതിൻ്റെ സ്ക്വയറാണ്, ഇത് ഇതിൻ്റെ ക്യൂബാണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അതും കൂടെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2, 6, 12, 20, 30 ഈ ശ്രേണിയിലെ അടുത്ത പദം ഏതെന്നാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു LP സ്കൂൾ ടീച്ചർ 51/2020 LP സ്കൂൾ ടീച്ചറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിലെ അടുത്ത പദം ഏതെന്നുള്ളതാണ് നമുക്ക് നോക്കാം. 2, 6, 12, 20, 30 ആണല്ലോ. അപ്പോൾ ഇവിടെ ഗ്യാപ്പ് നോക്കുക നിങ്ങൾ. 2ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 4 ആണല്ലോ. 6ഉം 12ഉം തമ്മിലുള്ള വ്യത്യാസം 6, 12ഉം 20ഉം തമ്മിലുള്ള വ്യത്യാസം 8, 20ഉം 30ഉം തമ്മിലുള്ള വ്യത്യാസം 10. അപ്പം നമുക്ക് മനസ്സിലായി ഗ്യാപ്പ് പോകുന്നത് +2 എന്നുള്ള ഫോർമാറ്റിലാണ്. 4 + 2 6, 6 + 2 8, 8 + 2 10. അങ്ങനെയാണെങ്കിൽ അടുത്ത ഗ്യാപ്പ് വരേണ്ടത് 10ൻ്റെ കൂടെ 2 കൂട്ടി 12 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ടേം എന്ന് പറഞ്ഞാൽ 30 + 12 42. ക്ലിയർ ആയോ? അപ്പോൾ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്നുള്ള നമ്പർ സീരീസാണ്. ഗ്യാപ്പ് വെച്ചിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസറിലോട്ട് എത്താൻ കഴിയും. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ദ സീരീസ് BY5 EW7 HU11. അങ്ങനെയാണെങ്കിൽ അടുത്ത ടേം കണ്ടുപിടിക്കുക. ഇത് 15/2020 KAS ഓഫീസർ ഇൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇതിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ കുറച്ച് ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ആണല്ലോ. ഈ ഒരു തസ്തികയിലൊക്കെ എന്തായാലും കുറച്ചുകൂടെ ടൈറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. BY5 ആണല്ലോ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EW7, അടുത്തത് HU11. ഓക്കെ, നോക്കൂ, ബിയിൽ നിന്ന് ഇയിലെത്താൻ എത്ര കൂട്ടണം? ബിയിൽ നിന്ന് കൂട്ടിക്കൂട്ടിയാണല്ലോ ഇയിലേക്ക് പോകുന്നത്. BCDE +3 ചെയ്താൽ മതി ആണോ? ഇനി ഇയിലെ നിന്ന് എച്ചിലേക്ക് എത്താനും +3 ആണോ എന്ന് നോക്കാം. ഇ കഴിഞ്ഞ് FGH ആണ്, +3 ചെയ്തു. അപ്പോൾ നമുക്ക് അടുത്ത എച്ച് കഴിഞ്ഞുള്ള ആൽഫബറ്റ് കണ്ടുപിടിക്കാനും +3 ചെയ്താൽ മതി ആണല്ലോ. എച്ച് കഴിഞ്ഞ് +3 ചെയ്തേ, IJK. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആൽഫബറ്റ് K ആണെന്ന് കിട്ടി. ഇനി ആൻസറിലേക്ക് നോക്കുക. ഈ 2 ഓപ്ഷനും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഒന്നുകിൽ A ആയിരിക്കും അല്ലെങ്കിൽ D ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ടേം നോക്കാം. രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് വൈയിൽ നിന്ന് W അല്ലേ. ഇപ്പോൾ രണ്ടാമത്തെ ടേമും കൂടെ നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഒരുപക്ഷെ എന്നല്ല, പറ്റും. കാര്യം A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ A KT ആണ്, ഓപ്ഷൻ D എന്ന് പറഞ്ഞാൽ KS ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ വൈയിൽ നിന്ന് W ആയി അല്ലേ. വൈയിൽ നിന്ന് എത്ര കുറഞ്ഞാണ് W ആയത്? വൈയിൽ നിന്ന് 2 കുറഞ്ഞാണ്, -2 ചെയ്താണ് W ആയിരിക്കുന്നത് അല്ലേ. അപ്പോൾ വൈയിൽ നിന്ന് ബാക്കിലോട്ട് എണ്ണുമ്പോൾ XW ആണല്ലോ. അങ്ങനെയാണെങ്കിൽ Wയിൽ നിന്ന് എത്ര കുറഞ്ഞാണ് U ആയിരിക്കുന്നത്? -2. നോക്കൂ, W കഴിഞ്ഞ് ബാക്കിലോട്ട് വരുമ്പം VU അല്ലേ, VU. അങ്ങനെയാണെങ്കിൽ യുയിൽ നിന്ന് 2 കുറയ്ക്കുക, യുയിൽ നിന്ന് 2 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? TS കിട്ടും. അപ്പോൾ ഇത്രയും കിട്ടിയപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. എന്നാലും നമുക്ക് നമ്പറിൻ്റെ പാർട്ട് കൂടി ഒന്ന് നോക്കാമല്ലോ. 5 7 ആയി, 7 11 ആയി. അപ്പോൾ 5 7 എന്ന് പറയുമ്പം ഓഡ് നമ്പർ ആവാം, ഉറപ്പില്ല. പക്ഷേ 7 11 ആയി. 7 11 ആവണമെങ്കിൽ അടുത്ത ഓഡ് നമ്പർ 9 ആണ്. എന്തുകൊണ്ട് 9 വന്നില്ല, 11 വന്നു? അതാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഓഡ് നമ്പർ അല്ല, ഓഡായിട്ടുള്ള പ്രൈം നമ്പറാണ്. ഓഡായിട്ടുള്ള പ്രൈം നമ്പേഴ്സാണ് അവരെടുത്തിരിക്കുന്നത്. 5ൽ നിന്ന് അടുത്ത് വരുന്ന ഓഡായിട്ടുള്ള പ്രൈം നമ്പർ 7 ആണ്. 7ൽ നിന്ന് അടുത്ത് വരുന്ന ഓഡായിട്ടുള്ള പ്രൈം നമ്പർ 11 ആണ്. 11ൽ നിന്ന് അടുത്ത് വരുന്ന ഓഡ് പ്രൈം നമ്പർ 13 ആണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ 2 ടേം ചെയ്തപ്പോൾ തന്നെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. പക്ഷെ എന്നാലും സപ്പോസ് നമ്മുടെ ഓപ്ഷൻ കുറച്ചുകൂടെ ടൈറ്റ് ചെയ്ത് ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും KS എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നെങ്കിൽ നമ്പറിൻ്റെ പാർട്ട് കൂടെ നമ്മൾ സോൾവ് ചെയ്തെടുക്കണം. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തന്നത്.
അപ്പോൾ ഇതേപോലെ ഓരോ ടേം ബൈ ടേം ആയിട്ട് സോൾവ് ചെയ്തെടുക്കുക. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്, KS13. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ഇൻസേർട്ട് ദ മിസ്സിംഗ് നമ്പർ. ഇത് ഒരു ഓൺലൈൻ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. റെഫ്രിജറേഷൻ മെക്കാനിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ നിങ്ങൾ നോക്കിയേ, 9ഉം 5ഉം കൂടെ ചെയ്തപ്പോൾ എന്തോ ചെയ്തു, ആഡ് ചെയ്തപ്പോൾ 14 കിട്ടുന്നുണ്ട്. ഇനി 7ഉം 6ഉം കൂടെ കൂട്ടി നോക്കിക്കേ, 13 കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ടേമും 8ഉം കൂടെ കൂട്ടുമ്പോൾ 21 കിട്ടണം. എന്ന് പറഞ്ഞാൽ 21 - 8 ചെയ്യുക, 13. അതാണ് നമ്മുടെ ആൻസർ. ഇവിടെ ഏത് ടേമാണ് വരേണ്ടത്? 13. 13 8ഉം കൂടെ കൂട്ടുമ്പോഴാണ് 21. അതായത് വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം തന്നെ നോക്കി 14, 9, 5. 9ഉം 5ഉം കൂടെ കൂട്ടിയാൽ 14 കിട്ടുമെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. അത് ശരിയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കിയ ആ പാറ്റേൺ തന്നെയാണോ PSC ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനും കൂടെ, അടുത്ത ടേമും കൂടെ നോക്കണം. നോക്കൂ, 7ഉം 6ഉം കൂടെ നോക്കുമ്പോൾ 13 കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഇവിടെ 8ഉം ഈ വരുന്ന ടേമും കൂടെ കൂട്ടുമ്പോഴാണ് 21 വരുന്നത്. അപ്പോൾ ഇവിടെ 13 ആണ്. മനസ്സിലായോ? 8 + 13 ആണ് 21. അല്ലെങ്കിൽ 21ൽ നിന്ന് 8 കുറച്ചാൽ മതി, നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഖ്യ കിട്ടും. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ നെക്സ്റ്റ് ടേം ഇൻ ദ ഫോളോയിങ് സീരീസ് 216, 512, 1000, 1728 അല്ലേ? അപ്പോൾ ഇത് KS ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 15/2020. കുറച്ച് ടൈറ്റായിട്ട് തോന്നും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സും 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബ്സും ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് ഈ പാറ്റേൺ കാണുമ്പം തന്നെ മനസ്സിലാവും ഇത് സ്ക്വയർ ആണോ ക്യൂബ് ആണോ എന്നുള്ളതൊക്കെ. അതുകൊണ്ടാണ് നിങ്ങളോട് അത് പഠിക്കാൻ പറയുന്നത്. അപ്പോൾ 216, 512, 1000, 1728. ഇനി അടുത്ത ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 216 എന്ന് പറയുന്നത് 6ൻ്റെ ക്യൂബാണ്. ഓക്കെ. 512 എന്ന് പറയുന്നത് 8ൻ്റെ ക്യൂബാണ്. 1000 എന്ന് പറയുന്നത് നമുക്കറിയാം 10ൻ്റെ ക്യൂബാണ്. അപ്പം നമ്മളിവിടെ നോക്കിയേ, 6, 6 8ആയി, 8 10ആയി. അപ്പോൾ അടുത്ത് 1728 എന്ന് പറയുന്നത് 12ൻ്റെ ക്യൂബ് ആവണം. പക്ഷെ നമ്മൾ 10 വരെ ക്യൂബ് പഠിച്ചിട്ടുള്ളൂ. നമ്മൾ പക്ഷേ 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് പഠിച്ചിട്ടില്ലേ? 12ൻ്റെ സ്ക്വയർ നമുക്കറിയാം, 144. 144 × 12 ചെയ്തു നോക്കൂ. 4 2 8, 4 2 8, 1 2 2, 4 4 1, 8 8 4 12, 4 2 6 1 7, 1728 കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ 12ൻ്റെ ക്യൂബ് എന്ന് പറയുന്നതാണ് എന്ത്? 1728. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പാറ്റേൺ അനുസരിച്ച് ഇവിടെ 14ൻ്റെ ക്യൂബ് വരണം. കാര്യം എല്ലാം അടുത്തടുത്ത് വരുന്ന ഈവൻ നമ്പേഴ്സിൻ്റെ ക്യൂബ്സ് ആണ്. അപ്പോൾ 14ൻ്റെ ക്യൂബ് നമുക്കറിയില്ല. പക്ഷെ 14ൻ്റെ സ്ക്വയർ കാണാതെ പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 14ൻ്റെ സ്ക്വയർ 196 ആണ്. × 14 ചെയ്ത് നോക്കൂ. 6 × 4 24, ശിഷ്ടം 2, 9 4 36, 2 38, ശിഷ്ടം 3, 1 4 4 3 7, 1 6 6, 1 9 9, 1 1 1, 4 8 6 14, 1 7 1 8 9 17, 1 2, 2744. ഇവിടെ വരുന്ന സംഖ്യ 2744. ഇതാ ഓപ്ഷൻ എ. മനസ്സിലായോ? അപ്പോൾ ഇതാണ് സ്ക്വയറും ക്യൂബും ഒക്കെ പഠിച്ചു വെക്കാൻ പറയുന്നത്. 1 മുതൽ 10 വരെ ഉള്ളതിൻ്റെ ക്യൂബും 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. അത്രയെങ്കിലും, അതിൽ കൂടുതൽ പഠിക്കാൻ പറ്റുമെന്നുള്ളവർ പഠിച്ചോളൂ. പക്ഷെ അത്രയെങ്കിലും നിങ്ങൾ വീണ്ടും 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 നിങ്ങൾ ആ നമ്പേഴ്സ് ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കണ്ട് മൈൻഡിലേക്ക് പകർത്തി വെക്കണം. നിങ്ങൾക്ക് ആ നമ്പർ കാണുമ്പം തന്നെ ഇത് ഇന്നതിൻ്റെ സ്ക്വയറാണ്, ഇത് ഇന്നതിൻ്റെ ക്യൂബാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവണം. എക്സാം ഹോളിൽ അത് നിങ്ങൾക്ക് ടൈം ഒത്തിരി സേവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇത് KS ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സീരീസിൽ വന്നിരിക്കുന്നത്. ഇത് എക്സാം ഹാളിൽ വെച്ച് എല്ലാവർക്കും കിട്ടില്ല എന്ന് പറയുന്നില്ല, കിട്ടുന്നവരും ഉണ്ടാവും. പക്ഷേ കിട്ടാൻ കുറച്ചൊരു സമയം എടുക്കുന്ന ടൈപ്പ് സീരീസാണ്. അപ്പോൾ ഈ സീരീസ് എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ നോക്കൂ, ഇവിടെ 1 1 നമുക്ക് വിചാരിക്കാം
ഈ ഒന്നും കൂടെ കൂട്ടി ഈ ഒന്നും കൂടെ കൂട്ടി 2 എടുത്തു എന്ന് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത് 2 ഒന്നും കൂടെ കൂട്ടിയാൽ 3 വരണം. ഇവിടെ 4 വന്നിട്ടുണ്ട്, ഇവിടെ 8 വന്നിട്ടുണ്ട്. 4ഉം 8 എന്ന് പറഞ്ഞാൽ 4 2ൻ്റെ സ്ക്വയറാണ്, 8 എന്ന് പറഞ്ഞാൽ 2ൻ്റെ ക്യൂബാണ്. ഇരുന്നോട്ടെ. 144 എന്ന് പറഞ്ഞാൽ 12ൻ്റെ സ്ക്വയറാണ്, 1728 എന്ന് പറഞ്ഞാൽ 12ൻ്റെ ക്യൂബാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയോ ഒരു ഇത് തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ സീരീസ് ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്. 1, 1, 2, 4, 8, 12, 144, 1728 ഡാഷ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇവർ ചെയ്തിരിക്കുന്നത് ഈ അടുത്തടുത്ത് വന്നിരിക്കുന്ന 2 ടേംസ് തമ്മിൽ കൂട്ടി 2 കിട്ടി. 1 + 1 2. ആ 2നെ ഇവിടെ എഴുതി. ഇപ്പോൾ 2 തമ്മിൽ കൂട്ടി 2. ഇനി ആ കൂട്ടി കിട്ടിയ നമ്പർ ഉണ്ടല്ലോ, സമ്മായിട്ട് കിട്ടിയ നമ്പറിൻ്റെ സ്ക്വയർ കണ്ടു 4. അതേ നമ്പറിൻ്റെ തന്നെ ക്യൂബും കണ്ടു. ഓക്കെ, അപ്പോൾ 2 നമ്പേഴ്സ് തമ്മിൽ കൂട്ടി കിട്ടിയപ്പോൾ 2 വന്നു. ഈ 2ൻ്റെ സ്ക്വയർ ഇവിടെ കണ്ടു, 2ൻ്റെ സ്ക്വയർ 2ൻ്റെ ക്യൂബ്. മനസ്സിലായോ? അപ്പോൾ ആദ്യം സമ്മ് കണ്ടു. സമ്മാണ് 3rd ടേം എന്ന് പറയുന്നത്. ഇനി 4th ടേം എന്ന് പറയുന്നത് ആ സമ്മിൻ്റെ സ്ക്വയർ, അതായത് 4. 5th ടേം എന്ന് പറയുന്നത് സമ്മിൻ്റെ ക്യൂബ്, അതായത് 8. ഓക്കെ ആണോ? ഇനി അടുത്ത് 6th ടേം എന്ന് പറയുന്നത് എഗെയിൻ സമ്മ് കണ്ടുപിടിക്കണം. ആരുടെയൊക്കെ സമ്മ്? ഈ 2 ടേംസിൻ്റെ സമ്മ് 12, അതായത് 4 + 8. ഈ സ്ക്വയറും ക്യൂബും കണ്ട ആൾക്കാരെ തമ്മിൽ കൂട്ടണം 12. 6th ടേം എന്ന് പറഞ്ഞാൽ 12. ഇനി 7th എന്താ ചെയ്യേണ്ടത്? 7th ടേമിൽ ആ സമ്മിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. 12ൻ്റെ സ്ക്വയർ 144. ഇനി 8th ടേം എന്ന് പറയുന്നത് ആ സമ്മിൻ്റെ ക്യൂബ് കണ്ടുപിടിക്കുക. 12ൻ്റെ ക്യൂബ്, അതായത് 1728. അപ്പോൾ നമുക്ക് ക്യൂബ് ചിലപ്പോൾ നമ്മൾ 10 വരെ പഠിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ വെച്ച് ഈ 12ൻ്റെ സ്ക്വയർ നമുക്കറിയാമല്ലോ, അതിനോട് 12 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഈ 1728 വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും പാറ്റേൺ കറക്റ്റാണ്. ഇത്രയും കറക്റ്റാണോ? ഇത്രയും വളരെ കറക്റ്റാണ് കിട്ടുന്നേട്ടാന്ന് പറയില്ലേ, ഇത്രയും കറക്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? ഇനി നമ്മൾ സ്ക്വയറും ക്യൂബും കണ്ടുപിടിച്ചാൽ അടുത്ത ടേം എന്ന് പറയുന്നത് അവന്മാരുടെ സമ്മാണല്ലോ. സമ്മാണ്. ആരുടെയൊക്കെ സമ്മ്? 1728 + 144 ആണോ? 8 4 12, 1 4 2 6 1 7, 7 1 8 1 അല്ലേ? അതായത് 1872 ഇവിടെയുണ്ട്. അതായത് നമ്മൾ ഈ സ്ക്വയർ കണ്ടുപിടിച്ച ആളെയും ക്യൂബ് കണ്ടുപിടിച്ച ഇത് സ്ക്വയറിനെയും ക്യൂബിനെയും കൂടി ആഡ് ചെയ്യുന്നു. 1728 + 144, 8 4 12, 1 4 2 6 1 7, 7 1 8 1, 1872. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, 11 ക്വസ്റ്റ്യൻസ് ആണ് 2020 PSC മെൻ്റൽ എബിലിറ്റിയുടെ ഭാഗത്ത് സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ദിവസം നമ്മൾ മെൻ്റൽ എബിലിറ്റിയുടെ അടുത്ത PYQ സെക്ഷനിൽ അടുത്തൊരു ടോപ്പിക്കിൽ നിന്ന് 2020 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് കാണുന്നതായിരിക്കും. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ഒരു സെഷൻ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ PSCയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ് ചേഞ്ച് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. എന്തുകൊണ്ട് 2020 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, 2020 മുതലാണ് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ്റെ പാറ്റേണിൽ ഒരു ചേഞ്ച് വന്ന് തുടങ്ങിയത്. സോ 2020 മുതൽ നമ്മൾ ഇങ്ങോട്ടുള്ള എല്ലാ ഓൺലൈൻ ഓഫ്ലൈൻ ക്വസ്റ്റ്യൻസും നമ്മൾ വർക്കൗട്ട് ചെയ്യും. ഇതേപോലെ ടോപ്പിക് വൈസ് വർക്കൗട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ ഈ ഒരു സീരീസ് കഴിയുമ്പോഴേക്കും നമ്മൾ സിലബസിലുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും PYQ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് തന്നെ നമുക്ക് വലിയൊരു അസറ്റാണ്. സോ മറക്കാതെ, നിങ്ങൾ മിസ്സാക്കാതെ സെഷൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.